Hey guys, I'm Karthik and welcome back to our channel 4Techies. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിവോ Y20യുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് Y20യുടെ കവറ്. ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 18 വാട്ട്സ് ഫ്ലാഷ് ചാർജും 5000 mAh ബാറ്ററിയും AI ട്രിപ്പിൾ മാക്രോ ക്യാമറയുമാണ്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോക്സിനകത്ത് ഇതുപോലൊരു ചെറിയ കവറുണ്ട്. അത് മാറ്റി കഴിയുമ്പോഴാണ് നമ്മുടെ ഫോൺ. ഇതാണ് നമ്മുടെ ഫോൺ. പിന്നെ ഈ കവറിനകത്തുള്ളത് ഒരു ചാർജറും അതിൻ്റെ കേബിളുമാണ്. ഇതാണ് 18 വാട്ട്സ് ഫ്ലാഷ് ചാർജർ, അതിൻ്റെ കേബിൾ. ഇനി നമുക്ക് ഈ ചെറിയ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിലൊരു വൈറ്റ് കവർ കിട്ടുന്നുണ്ട് നമുക്ക് ഫോണിനിടാനായിട്ട്. ഇത് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു യൂസർ ഗൈഡ് ഉണ്ട്. പിന്നെ വരുന്നത് ഒരു സിം ഇജക്ഷൻ ടൂളാണ്. പിന്നെ ഒരു വാറണ്ടി കാർഡ്. ഇത്രയുമാണ് ഈ ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇത് 4GB റാമും 64GB റോമും വരുന്ന ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് 6GB റാമും 128GB റോമിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 13,000 രൂപയാണ്. പിന്നെ 5000 mAh ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് വിവോ Y20യിൽ നിന്ന് കിട്ടും. പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ സെൽഫി ക്യാമറയും റിയർ ക്യാമറയുമാണ്. 8 MB സെൽഫി ക്യാമറയും ബാക്കിൽ ട്രിപ്പിൾ റിയർ ക്യാമറയാണ്. 13 MB + 2 MB + 2 MB ട്രിപ്പിൾ ക്യാമറയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. സാധാരണ ഫോണുകളിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ക്യാമറയുടെ പുറകുവശത്തായിട്ടാണ് കാണുന്നത്. പക്ഷേ വിവോ Y20യിൽ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓൺ ചെയ്യുന്ന ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉള്ളത്. റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓൺ ഓഫ് ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുമാണ് ഉള്ളത്. വിവോ Y20 എന്ന ഫോണിൽ 6.51 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഇതിലൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിന് ഫുൾ HD+ ഡിസ്പ്ലേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഹെഡ്ഫോൺ ജാക്കും ഒരു മൈക്കും പിന്നെ ഒരു ചാർജിങ് പോർട്ടും ഒരു സ്പീക്കർ ഗ്രില്ലുമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 460 പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവോ Y20യിൽ 2 നാനോ സിമ്മും ഒരു മൈക്രോ SD കാർഡുമാണ് ഇടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ടച്ചൊന്നും ഹാങ് ആവുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത് ഹാങ് ഒന്നും ആവുന്നില്ല. നല്ല പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഈ ഫോണിലെ വീഡിയോ ഓഡിയോ ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ്. നല്ല ക്ലാരിറ്റിയൊക്കെയുള്ള ഡിസ്പ്ലേ, നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസൊക്കെ തന്നെയാണ്. ഓഡിയോയും അതുപോലെ തന്നെ വളരെ മികച്ചതാണ്. Okay guys, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. If you like this video, please like, share and subscribe our channel for tech